നമസ്കാരം, നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗി എഞ്ചിനിൽ നിന്നും വേർപെട്ടു. ട്രെയിൻ വേഗത കുറവായതിനാൽ വൻ ദുരന്തം ഒഴിവായി. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസിന്റെ എഞ്ചിനും ബോഗിയുമാണ് ഇന്നു രാവിലെ 9:30 15-ാം പാലത്തിനടുത്ത് വേർപെട്ടത്. എഞ്ചിനും ബോഗിയും തമ്മിൽ ഏകദേശം 10 മീറ്ററോളം വേർപെട്ടപ്പോൾ AC കോച്ചിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ ബഹളം വയ്ക്കുകയായിരുന്നുവെന്ന് യാത്രക്കാരനായ അജയ് കൃഷ്ണൻ പറഞ്ഞു. അത് ഇവിടെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു 10:30 ഒരു ശബ്ദം വരികയും പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ബോഗി കുറച്ച് എഞ്ചിൻ റൂം കുറച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആകെ പേടിച്ച് വന്ന് നോക്കുമ്പോൾ ആരുമില്ല, അവരങ്ങോട്ട് പോയി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇത് ആകെ വിട്ടുകിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇറങ്ങി ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി. പക്ഷേ ട്രെയിൻ ഇപ്പോഴും ഡിലേ ആയിട്ടാണ് കിടക്കുന്നത്. ഇതിനൊരു കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് എടുക്കണമെന്നാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം കൂടി ചെയ്യേണ്ടത്. താങ്കൾ എവിടെ പോകുന്നു? ഞങ്ങൾ ആന്ധ്ര. പിന്നീട് ട്രെയിൻ നിൽക്കുകയായിരുന്നു. തുടർന്ന് CMW ഷൊർണൂർ സ്റ്റാഫ് അംഗങ്ങളും ഷൊർണൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും മെക്കാനിക്കൽ വിഭാഗവും റെയിൽവേ പോലീസും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. 10:45 ട്രെയിൻ എടുത്തു. എന്നാൽ ട്രെയിനിന്റെ AC കോച്ചിലേക്കുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി നിർത്തിയിടുകയും വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12:34 വള്ളത്തോൾ നഗർ വിട്ട ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം യാത്ര തുടരുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. CCTV ന്യൂസ്, തളി. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ MLA മണ്ഡലം കമ്മിറ്റിയുമായി സഹകരിക്കാത്ത വിഷയം പരിശോധിക്കുമെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. പട്ടാമ്പിയിൽ അടുത്ത തവണ പേയ്മെന്റ് സീറ്റാകുമെന്ന ആരോപണത്തിനും ജില്ലാ സെക്രട്ടറി പരിഹാസം. പട്ടാമ്പിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KP സുരേഷ് രാജ്. CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. മുൻ മണ്ഡലം സെക്രട്ടറി PK സുഭാഷിനെയും മുതിർന്ന നേതാവായിരുന്ന കോടിയിൽ രാമകൃഷ്ണനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് ഇവർക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കേണ്ടി വന്നതെന്നും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴ്വഴക്കമെന്നും ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് പറഞ്ഞു. ഇത്തരക്കാർ പാർട്ടിയിൽ നിന്നും പോയതുകൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണഘടനയുണ്ട്, പാർട്ടി ഭരണഘടന. ആ ഭരണഘടനയ്ക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാനുൾപ്പെടെ എല്ലാവരും ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതുകൊണ്ട് ആ ഭരണഘടന പാലിക്കാതെ വരുമ്പോൾ പാർട്ടിക്കകത്ത് സംഘടനാ രംഗത്തെ പ്രശ്നങ്ങളിൽ പാർട്ടി ഭരണഘടനയോട് നീതി പുലർത്താതെ വരുമ്പോൾ അത് തിരുത്താനുള്ള സന്ദർഭം നിരവധി തവണ പാർട്ടി കൊടുക്കും. പാർട്ടിക്കകത്തുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറ്റും, എനിക്കും പറ്റാം, എല്ലാവർക്കും പറ്റാം. പാർട്ടിക്കകത്ത് ഉള്ളവരൊക്കെ മനുഷ്യന്മാരായതുകൊണ്ട് തെറ്റെല്ലാവർക്കും പറ്റാം. അങ്ങനെ തെറ്റ് പറ്റുമ്പോൾ പാർട്ടി ആദ്യം അത് ചൂണ്ടിക്കാണിക്കും, ഇന്ന തെറ്റ് സഖാവിന് പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം എന്നാവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ സാധാരണ പാർട്ടിയോട് കൂടുതലുള്ള ഒരാളാണെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കും. അങ്ങനെയാണ് പാർട്ടിക്കകത്തൊരു കീഴ്വഴക്കം. പക്ഷെ ഞാൻ തെറ്റേ ചെയ്യുള്ളൂ എന്ന് തുടർച്ചയായി തീരുമാനിച്ചു പോയാൽ പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ കൂടി നടപടികൾ സ്വീകരിക്കും. അങ്ങനെ 2-3 പേരുടെ പേരിൽ നടപടി ഇവിടെ സ്വീകരിച്ചു. അത്രേ ഉണ്ടായിട്ടുള്ളൂ, വേറൊരു സംഭവം അതിലുണ്ടായിട്ടില്ല. അതിലൊന്നും പാർട്ടിക്കൊരു വേവലാതിയില്ല. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിനാണ് പട്ടാമ്പിയിലെ മുൻ മണ്ഡലം സെക്രട്ടറി കൂടിയായ PK സുഭാഷിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും ഒഴിവാക്കിയതെന്നും KP സുരേഷ് രാജ് വിശദീകരിച്ചു. ഇവിടെ പട്ടാമ്പി മണ്ഡലത്തിൽ പാർട്ടിക്ക് ഒരു മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നു, അതിനൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. PK സുഭാഷ് ആയിരുന്നു അതിൻ്റെ സെക്രട്ടറി. സുഭാഷ് പലവിധ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 17/2/2023 അല്ലേ 17/2/2023 കഴിഞ്ഞ മണ്ഡല സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. മറ്റു പല അച്ചടക്ക നടപടികളുടെ ഭാഗമായിട്ടാണ് നീക്കം ചെയ്തത്. അന്നും പുറത്താക്കിയിട്ടില്ല അദ്ദേഹത്തിന് ചെമ്പ്ര ബ്രാഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തരം താഴ്ത്തി. അതിനുശേഷം ഇവിടെ പുതിയ മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ പാർട്ടിയുടെ തുടർച്ചയാണല്ലോ. ഒരു സെക്രട്ടറി പോയ ഒരു കമ്മിറ്റി പോയ വേറെ കമ്മിറ്റി വരും, അങ്ങനെയാണല്ലോ പാർട്ടി. അങ്ങനെ നിലവിൽ വന്നപ്പോൾ പുതിയ കമ്മിറ്റി ഈ കമ്മിറ്റിയുടെ പഴയ കമ്മിറ്റിയുടെ മിനിറ്റ്സ് കാര്യങ്ങൾ അതിൻ്റെ ബാങ്കിലെ അക്കൗണ്ടുകൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ
പി.കെ. സുഭാഷ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് 1,90,000 രൂപ പാർട്ടിക്ക് മെച്ചമുണ്ടായിരുന്നു. പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ പാർട്ടി വ്യക്തമായിട്ടുള്ള കണക്കൊക്കെ പരിശോധിച്ച് അങ്ങനെയാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കണക്ക് പരിശോധിച്ച് എല്ലാ ചെലവും കഴിഞ്ഞ് 1,90,000 അല്ലേ 90,000 വെറും 90,000 1 ലക്ഷം രൂപ പലവിധ കാര്യങ്ങൾക്ക് ചെലവാക്കി 90,000 രൂപ പട്ടാമ്പി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രാഞ്ചിൽ എൻ്റെ പാസ്ബുക്കാണത് നിക്ഷേപിച്ചു. അന്ന് പാർട്ടി തീരുമാനപ്രകാരം ആ 90,000 രൂപ പാർട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചു. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് സുഭാഷാണെന്നുള്ളത് കൊണ്ട് സുഭാഷാണ് സൈനിങ് അതോറിറ്റി. അങ്ങനെ നിക്ഷേപിച്ച പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ പാർട്ടിയുടെ പൈസയാണല്ലോ, പാർട്ടി കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് വേണം വിഡ്രോ ചെയ്യാൻ. അത് ലംഘിക്കപ്പെട്ടു. 17/2/2023 സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ സുഭാഷ് 25/8/2023 കഴിഞ്ഞ കൊല്ലം 17/2 ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മിച്ചോളൂ. 17/2/2023 സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയ സഖാവ് സുഭാഷ് 25 ഇതൊക്കെ റെക്കോർഡ് ബാങ്കിൽ റെക്കോർഡ് ആയതുകൊണ്ട് അതിന് കളവൊന്നുമില്ലല്ലോ. 25/8/2023 ഒരു കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ നിലവിൽ സെക്രട്ടറി പോലും അല്ലാതെ ഇരിക്കുമ്പോൾ ബാങ്കിൽ പോയി ഒപ്പിട്ട് കൊടുത്ത് 90,000 രൂപ വിഡ്രോ ചെയ്തു. പാർട്ടി മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു. 9 പ്രതിനിധികളാണ് മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുത്തത്. തെറ്റുകൾ ആവർത്തിച്ചതുകൊണ്ടാണ് മുൻ മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന് CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. ഇവരുടെ ആരോപണങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും KP സുരേഷ് രാജ് പട്ടാമ്പിയിൽ പ്രതികരിച്ചു. ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കാം, അത്രയും പേര് പറയാനുള്ളൂ. അതെ, ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിക്കാം. പാർട്ടി ഒരു വിഷയം പെട്ടാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കും, അത്രയൊക്കെ പറയാൻ പറ്റും. അതിൽ വേറെ തീരുമാനമൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. വോട്ടെണ്ണി തീർന്നിട്ടേ എത്ര ഉണ്ടെന്ന് കുറച്ച് എത്ര ഉണ്ടെന്ന് ക്ലിയർ 3ആണോ? ഞങ്ങളിനി വോട്ടിംഗ് മെഷീൻ ഇല്ലാത്തോട്ടല്ല, എന്താണ് പറയുക, കൗണ്ടിങ് വോട്ട് കൗണ്ട് ചെയ്യണ സാധനം അതിലൊന്നും പ്രതികരിക്കാനല്ല. എന്ത് പ്രതികരിക്കണം? നാട്ടുകാർക്കൊക്കെ മനസ്സിലായി ഇവരെന്ത് വിവരക്കട പറയുന്നത്. ഷൊർണൂർ കുളപ്പുള്ളിയിൽ അതിഥി തൊഴിലാളിക്ക് നേരെ ആക്രമണം. അയൽവാസിയാണ് ആക്രമിച്ചതെന്നാണ് പരാതി. തലയ്ക്ക് പരിക്കുപറ്റിയ അതിഥി തൊഴിലാളി നിർമ്മല ദേവി ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ പൊതു ടാപ്പിൽ നിന്നും വെള്ളമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഷൊർണൂർ കുളപ്പുള്ളിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളിക്ക് നേരെയായിരുന്നു ആക്രമണം. കൊൽക്കത്ത സ്വദേശി നിർമ്മല ദേവിക്കാണ് പരിക്ക് പറ്റിയത്. ഇവരുടെ അയൽവാസിയാണ് ആക്രമിച്ചതെന്നാണ് പരാതി. അയൽവാസിയായ ജയകൃഷ്ണനുമായി ഉണ്ടായ തർക്കത്തിനിടെയാണ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മലാദേവിയുടെ തലക്കടിച്ചതെന്നാണ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ജയകൃഷ്ണനെ ഷൊർണൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തലയ്ക്ക് സാരമായി പരിക്ക് പറ്റിയ നിർമ്മലാദേവിയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയിൽ 8ഓളം സ്റ്റിച്ചുകളുമുണ്ട്. ആമയൂർ സൗത്ത് AUP സ്കൂളിലേക്ക് സൗണ്ട് സിസ്റ്റം നൽകി പട്ടാമ്പി ലയൺസ് ക്ലബ്. പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഹ്യൂമാനിറ്റേറിയൻ പദ്ധതിയിലൂടെയാണ് ആമയൂർ സൗത്ത് AUP സ്കൂളിലേക്ക് പട്ടാമ്പി ലയൺസ് ക്ലബ് സൗണ്ട് സിസ്റ്റം നൽകിയത്. കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വത്സല TV സൗണ്ട് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് UNS OP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പട്ടാമ്പി ലയൺസ് ക്ലബ് പ്രസിഡന്റ് K മനോജ് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രധാന അധ്യാപിക അനോജ് K, രക്ഷാധികാരി വിജയൻ K, സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ സമദ് ET, പട്ടാമ്പി ലയൺസ് ക്ലബ് ഭാരവാഹികളായ വിനോദ് PP, ജയകൃഷ്ണൻ K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ.
വാർത്തയിലേക്ക്. തനിച്ച് താമസിക്കുന്ന 70-കാരിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. ദേശമംഗലം പഞ്ചായത്തിലെ 8-ാം വാർഡിൽ കുറുവാളിമഠം വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ നളിനിയുടെ വീടാണ് ഉച്ചയ്ക്ക് 2-ഓടെ പെയ്ത മഴയിൽ നിലം പൊത്തിയത്. സംഭവസമയം വീടിനകത്തായിരുന്ന ഇവർ ഭാഗ്യം കൊണ്ടാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. മക്കളോ മറ്റു ബന്ധുക്കളോ ഇല്ലാത്ത നളിനി വീട്ടിൽ തനിച്ചാണ് താമസം. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇവർ വീട് വിട്ട് പുറത്തു പോകാറില്ല. പെൻഷൻ പണത്തെ ആശ്രയിച്ചും അയൽവാസികളായ സുമനസ്സുകളുടെ കാരുണ്യത്തിലുമാണ് ജീവിതം. 2 വർഷം മുമ്പ് ഭാഗികമായി തകർന്ന വീട് നാട്ടുകാർ ടാർപോളിൻ ഷീറ്റ് മേഞ്ഞും മറ്റും അടച്ചുറപ്പാക്കി കൊടുത്തിരുന്നു. അതിദരിദ്ര കുടുംബത്തിൽ ഉൾപ്പെടുത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വീട് അനുവദിച്ചിട്ട് മാസങ്ങളായി. എന്നാൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ജനറൽ വിഭാഗത്തിൽപ്പെട്ടത് അല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇവർ അധികൃതരുമായി സഹകരിക്കാത്തതിനാലാണ് കാലതാമസം നേരിട്ടതെന്നും 2 വർഷത്തോളമായി ഭക്ഷ്യധാന്യ കിറ്റ്, വസ്ത്രം, മരുന്നുകൾ എന്നിവ നളിനിയുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ടെന്നും വാർഡംഗം സംഗീത പറഞ്ഞു. CCTV ന്യൂസ് തളി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ശനിയാഴ്ച ഷൊർണൂർ കുളപ്പള്ളിയിൽ വെച്ച് നടക്കുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പും പൊതുയോഗവും നാളെ രാവിലെ 10 മണിക്ക് ഷൊർണൂർ കുളപ്പുള്ളിയിലുള്ള ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മുഖ്യ വരണാധികാരിയായിരിക്കും. 2 വർഷം കൂടുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്താറ്. ജില്ലയിലെ 138 യൂണിറ്റുകളിൽ നിന്നുമുള്ള അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുക്കുകയെന്നും ഇവർ വ്യക്തമാക്കി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം, തെരഞ്ഞെടുപ്പ് സമ്മേളനം നാളെ 29-ാം തീയതി കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ 4000-ഓളം യൂണിറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി 14 ജില്ലകളിൽ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടത്തി. ജൂലൈ മാസം 28-ാം തീയതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാനതല തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നാളെ 29-ാം തീയതി രാവിലെ 9-10 മണിക്ക് കുളപ്പുള്ളി ഗസീബോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര യോഗം ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വരണാധികാരിയായി പങ്കെടുക്കുന്നത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ദേവസ്യ മേച്ചേരിയാണ്. അതുപോലെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ട്രഷറർ ദേവരാജൻ കൊല്ലം, കുഞ്ഞാവു ഹാജി മലപ്പുറം, അബ്ദുൽ ഹമീദ് തൃശ്ശൂർ, അഹമ്മദ് ഷെരീഫ് കാസർഗോഡ്, PC ജേക്കബ് എറണാകുളം, തോമസ് ഊട്ടി കോട്ടയം, സണ്ണി ഇടുക്കി, VM ലത്തീഫ് ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ പ്രമുഖ നേതാക്കളും നാളെ ചേരുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. സമിതിയുടെ നേതൃത്വത്തിൽ വി സപ്പോർട്ട് എന്ന പേരിൽ വ്യാപാരികൾക്കുള്ള സഹായ വിതരണം നടപ്പാക്കി വരുന്നുണ്ട്. 3500-ഓളം അംഗങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ജൂലൈയിൽ ആലപ്പുഴയിൽ വെച്ചാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കി. അങ്ങനെ മാരകമായ രോഗങ്ങൾ ബാധിച്ചാൽ ആ രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് കാര്യമായ 10,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ധനസഹായം ഇതിന്ന് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഈ പദ്ധതി തുടങ്ങിയത് 2023 സെപ്റ്റംബർ മാസം മുതലാണ് തുടങ്ങിയത്. ഈ 8 മാസത്തിനിടയിൽ നമ്മുടെ അലനല്ലൂർ യൂണിറ്റിലെ ശ്രീ മുഹമ്മദ് അലി, 59 വയസ്സ് പ്രായം, അവിടെ ഒരു ബേക്കറി നടത്തി വരികയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് രാവിലെ ബേക്കറി തുറക്കാൻ വന്ന് അവിടെ സെൽഫൊക്കെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ പദ്ധതിയുടെ ധനസഹായമായ 10 ലക്ഷം രൂപ കഴിഞ്ഞ 15 ദിവസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബു കോട്ടയിലിൻ്റെയും ജനറൽ സെക്രട്ടറി KA ഹമീദിൻ്റെയും നേതൃത്വത്തിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ ഭാരവാഹികൾ അവരുടെ വീട്ടിലെത്തി നേരിട്ട് ആ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, സെക്രട്ടറി മുസ്തഫ വെല്ലപ്പുഴ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം സിദ്ദിഖ് പത്രാസ്, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, ജനറൽ സെക്രട്ടറി KP റസാഖ്, പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാത്തന്നൂർ കറുകപ്പുത്തൂരിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് ഡ്രീം ടെക് 2K24
ജൂൺ 30 ഞായറാഴ്ച നടക്കും. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് 10ാം തരം പാസ്സായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനു വേണ്ടി 2 വർഷം ദൈർഘ്യമുള്ള സാങ്കേതിക വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത്. വർഷാവസാനം നടത്തുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റുകൾ, സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വസ്ത്രങ്ങൾ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വിതരണം നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാബിറ ടീച്ചർ, അനു വിനോദ്, PTA വൈസ് പ്രസിഡന്റ് മോഹനൻ കടവാരത്ത്, മറ്റു ഭാരവാഹികൾ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കട്ടിൽമാടം ഓലഞ്ചേരി മാരിയമ്മൻ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാഗുരുതിയും ശനിയാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി വിശ്വനാഥാനന്ദ സരസ്വതി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയുമുണ്ടാകും. ചാലിശ്ശേരി കോളായിൽ വിജയകൃഷ്ണൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ജാനകി ഭാര്യയും സ്നേഹ മകളുമാണ്. തളി വിരുട്ടാണം ശങ്കരൻ മകൻ ജിനേഷ് നിര്യാതനായി 37 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു. ലീന ഭാര്യയും അവ്യുക്, അശിഖ എന്നിവർ മക്കളുമാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.